പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51 മുതൽ 59 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. പരിശുദ്ധ കുർബാനയെ നാം ദിവ്യകാരുണ്യം എന്നാണല്ലോ വിളിക്കുന്നത്. പാപം മൂലം പറുദീസ നഷ്ടമാക്കിയ മനുഷ്യന് അത് വീണ്ടെടുത്ത് നൽകാനാണ് സ്വർഗത്തിൽ നിന്നും യേശു വന്നത്. നിത്യജീവൻ പ്രാപിച്ചു തരാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം നമ്മെ സ്നേഹിച്ചു. അവനാകട്ടെ നമ്മോടൊപ്പം സദാ ആയിരിക്കുവാൻ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ തന്നെ വിഭജിച്ച് നൽകിക്കൊണ്ട് തൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് യേശു തൻ്റെ ശിഷ്യരെ ഉത്ബോധിപ്പിച്ചു. യോഗ്യതയോടെ അപ്പം ഭക്ഷിക്കുന്നവർക്ക് നിരവധി വാഗ്ദാനങ്ങളാണ് അവൻ നൽകിയിട്ടുള്ളത്. ഒന്നാമതായി നിത്യജീവൻ. ലോകത്തിൻ്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്നതും ഈ അപ്പം എൻ്റെ ശരീരമാണ്. ഇത് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. രണ്ടാമതായി വിശുദ്ധ കുർബാന. വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവർ അവനോടൊപ്പം ഒന്നായി തീരുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. മൂന്നാമതായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവൻ അവനോടൊപ്പം ഉദ്ധാന അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. വിശുദ്ധ കുർബാനയിലൂടെ അവൻ ഇന്നും നമ്മോടൊത്ത് വസിക്കുന്നു. വിശുദ്ധ കുർബാനയിലെ യേശു സാന്നിധ്യം വെളിവാക്കുവാൻ കാലാകാലങ്ങളിൽ നിരവധി ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ അതൊക്കെ അപ്പവും വീഞ്ഞും അവൻ്റെ ശരീരരക്തങ്ങളായി രൂപാന്തരപ്പെട്ടതാണെങ്കിൽ, ദിവ്യകാരുണ്യ അപ്പത്തിൽ യേശുവിൻ്റെ മുഖം തെളിഞ്ഞു വന്ന ഒരു പുതിയ അത്ഭുതം 2013 നവംബർ 13 നമ്മുടെ കൊച്ചു കേരളത്തിലെ തലശ്ശേരി രൂപതയിലെ വിളക്കന്നൂർ ക്രിസ്തുരാജ ഇടവകയിൽ നടന്നതും 13 വർഷത്തെ വിശുദ്ധമായ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊടുവിൽ അത് മറ്റൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി വത്തിക്കാൻ അംഗീകരിച്ചതും പരസ്യ ആരാധനയ്ക്കായി വിളക്കന്നൂർ ഇടവകയിലേക്ക് തന്നെ തിരികെ ഏൽപ്പിച്ചതും 2 ആഴ്ച മുമ്പാണല്ലോ. അനുദിന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന യേശു തന്നെയാണ് നമുക്കിടയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നതെന്ന ഉത്തമ വിശ്വാസത്തോടെ അതിൽ പങ്കെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം.